ിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു ലോകത്ത് ചില മുൻഷിമാരും നമ്മുടെ മലയാളികളായ ചില മുസ്ലിം പേരുള്ള ആളുകൾ വരെ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നത് ഖുർആനിനെ വിമർശിച്ചുകൊണ്ടാണ്. വേറെ ഒരു മതത്തെയും തൊടാതെ വിശുദ്ധ ഖുർആനിൽ തെറ്റുകളുണ്ട് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മനുഷ്യന് കൈകടത്താൻ പറ്റാത്ത അമൂല്യമായ അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന് ബോധ്യപ്പെടാൻ പല വഴികളുണ്ട്. ബിലിസാനിൻ അറബിയിൻ മുബീൻ, ഖുർആൻ മനോഹരമായ അറബ് ഭാഷയിലാണ്. അറബ് ഭാഷ അറിയുന്നവർക്ക് ഖുർആനിൻ്റെ റിറ്റോറിക് ബ്യൂട്ടി മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അറബി അറിയാത്തവരെന്ത് ചെയ്യും? സയൻസ് അറിയുന്ന ഒരാൾക്ക് ഖുർആനിൻ്റെ പരാമർശങ്ങളിൽ വന്ന സയൻറ്റിഫിക് ഫാക്റ്റുകളുമായി ഖുർആൻ യോജിച്ചു വരുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും. പക്ഷെ ഒരു സാധാരണക്കാരൻ എങ്ങനെ സയൻസ് പഠിക്കാനാണ്? ഹിസ്റ്ററിയും ജിയോഗ്രഫിയും ആസ്ട്രോണമിയും ജിയോളജിയും ബയോളജിയും ഒക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ചർച്ചാ വിഷയങ്ങളാണ്. പക്ഷെ ഇതൊന്നും കൈവശമില്ലാത്ത ആളുകൾക്ക്, കൈവശമുള്ളവർ തന്നെ ഒരുപക്ഷെ ഈ കണ്ടുപിടുത്തങ്ങളിൽ വിഭിന്ന അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവരുണ്ടാകാം. ഇവർക്ക് മൊത്തത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന 21-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ഭാഷയുണ്ട്. അത് ഡിജിറ്റൽ ഭാഷയാണ്. മഹാനായ ആദർശേരി ഉസ്താദ് ഇവിടെ ഉസ്താദിൻ്റെ ചെറു ഭാഷണത്തിൽ 1-2 സൂചനകൾ നൽകുകയുണ്ടായി. ഖുർആൻ അക്കങ്ങളുടെ ഒരു മഹാത്ഭുതം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് എന്ന് പറയുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊക്കെ ഒരു എക്സാജറേഷൻ അല്ലേ? അതൊക്കെ ശരിയാണോ? അങ്ങനെ ഖുർആനിന് അക്കങ്ങളുമായി, പ്രത്യേകിച്ച് 19 എന്ന അക്കവുമായി 7 എന്ന അക്കവുമായൊക്കെ ഖുർആൻ ബന്ധപ്പെട്ടിരിക്കുന്ന മഹാത്ഭുതത്തെ സംബന്ധിച്ച് സംശയിച്ചിരുന്ന ഒരു കാലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അറിയേണ്ടത്, ഖുർആൻ ഓരോ കാലഘട്ടത്തിലും ഖുർആൻ ഈസ് സെൽഫ് അപ്ഡേറ്റിംഗ്. ഖുർആനിനെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഓരോ കാലഘട്ടത്തിനും ആവശ്യമായത് വിശുദ്ധ ഖുർആനിൽ നിന്ന് അതത് കാലങ്ങളിൽ പണ്ഡിതന്മാർക്ക് അല്ലാഹു നൽകുന്ന വെളിച്ചത്തിൽ നിന്ന് മഹാത്ഭുതങ്ങൾ കാണാൻ കഴിയും. നമ്മൾ അത്തരത്തിൽ ഡിജിറ്റൽ ലോകമാണിന്ന്, അല്ലേ? എല്ലാം അക്കങ്ങളാണ്, നമ്പർ കോഡുകളാണ്, ഡിജിറ്റലൈസേഷനാണ്. ഈ അക്കങ്ങളുടെ ഒരു മഹാത്ഭുതം ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ഹെൻറി പോയിൻകെയർ അദ്ദേഹം പറയുമായിരുന്നു, mathematics is the art of giving the same name to different objects. വിവിധ വസ്തുക്കൾക്ക് ഒരു പേരിടാൻ കഴിയുമെങ്കിൽ അത് കണക്കിലൂടെ മാത്രമേ കഴിയൂ. വിശുദ്ധ ഖുർആനിൽ അക്കങ്ങളുടെ അത്ഭുതങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഊളിയിടുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിലെന്തെങ്കിലും നന്മയോ പഠിക്കാനോ ബോധ്യപ്പെടാനോ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് അല്ലാഹു നൽകുന്ന സൗഭാഗ്യമാണ്. ഇതിലെന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്നിൽ നിന്ന് സംഭവിക്കുന്നതാണ്, അല്ലാഹുവിൻ്റെ കലാമിൽ നിന്നല്ല. അതാദ്യമേ അറിയിക്കുകയാണ്. മഹാനായ റിഫാഅത്ത് ഇബ്നു മാലിക് അസ്സുർഖി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. മഹാനവറുകൾ പറയുന്നു, കുന്നാ നുസല്ലി വറാഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പിറകിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങൾ റുകൂഇൽ നിന്ന് തല ഉയർത്തിയപ്പോൾ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ, നബി തങ്ങൾ പറഞ്ഞു സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അപ്പോൾ ബാക്കിലുള്ള സ്വഹാബികളിൽ മഅ്മൂമീങ്ങളിൽ ഒരു സ്വഹാബി പറഞ്ഞു, റബ്ബനാ വലകൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്, റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മനിൽ മുതക്കല്ലിം, മനോഹരമായൊരു ദിക്ർ ചൊല്ലിയ ആൾ ആരാണ്? ആൾ പറഞ്ഞു, ഞാനാ നബിയെ. അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉരീതു ബിദ്അതൻ വസലാസീന മിൻ മലകിൻ യബ്തദിറൂനഹാ അയ്യുഹും യക്തുബുഹാ അവ്വലാ. 30-ലേറെ മാലാഖമാർ അത് എഴുതി വെക്കാൻ മുന്നോട്ട് വരുന്നത് ഞാൻ കണ്ടു. 30ഓളം മാലാഖമാർ, 30-ലേറെ. ബിദ്അതൻ വസലാസീൻ എന്ന് പറഞ്ഞാൽ
30+, 30 മുതൽ 40-ന്റെ ഇടയിൽ. ബിദ്അതൻ വസലാസീൻ. ഇതിനെ സംബന്ധിച്ച് ആലിമീങ്ങൾ പറയാം, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി എന്ന ആ ഒരു ദിക്റിന്റെ അക്ഷരങ്ങൾ നോക്കിയാൽ 34 അക്ഷരങ്ങളാണ്. ഓരോ അക്ഷരത്തിനും ഒരു മലക്കെന്ന വീതം ആ നന്മ രേഖപ്പെടുത്താൻ അള്ളാഹു മലക്കുകളെ നിയോഗിച്ചു എന്ന് വേണം അതിൻ്റെ ഉൾസാരമായി മനസ്സിലാക്കാൻ എന്ന് അക്കങ്ങളുടെ ലോകത്തേക്കുള്ള ഒരു ഓപ്പണിംഗ് ഈ ഹദീസിലുണ്ടെന്നാണ്. 34 അക്ഷരങ്ങളാണ്. 30-ലേറെ മലക്കുകൾ അത് എഴുതി വെക്കാൻ മുന്നോട്ട് വരുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മഹാനായ ഇമാം ഖുർതുബി ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ അവരുടെ തഫ്സീറിലും, മഹാനായ അബുൽ ഫിദ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തഫ്സീറിലും ബിസനദിൻ സ്വഹീഹ് റവാ വഖീഉൻ അനിൽ അഅ്മശ് അൻ അബീ വാഇൽ അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങളുടെ സ്വഹാബിയാണ്. മഹാനവറുകൾ പറയാം, മൻ അറാദ അൻ യുനജ്ജിയഹുല്ലാഹു മിനസ് സബാനിയത്തി 19, അള്ളാഹുവിന്റെ നരകത്തെ കാക്കുന്ന 19 മാലാഖമാർ അദാബിന്റെ മലക്കുകളിൽ നിന്ന് രക്ഷ വേണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയഖ്റ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ധാരാളമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിക്കൊള്ളണം. ഫയജ്അലുല്ലാഹു ലഹു ബികുല്ലി ഹർഫിൻ മിൻഹാ ജുന്നതൻ മിൻ കുല്ലി വാഹിദ്, ഓരോ അക്ഷരത്തിനും പകരം ഒരു സബാനിയത്തിന്റെ മലക്കിൽ നിന്ന് രക്ഷ അള്ളാഹു നൽകുന്നു. 19 സൂറത്തുൽ മുദ്ദസിർ, സൂറത്തുൽ മുദ്ദസിറിലാണ് അള്ളാഹു 19 എന്ന അക്കത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ഖുർആൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് 19 എന്ന അക്കവുമായിട്ടാണ്. നമ്മൾ സൂറത്തുൽ മുദ്ദസിറിനെ സംബന്ധിച്ച് മാത്രം ഒരു ക്ലാസ് ദുബൈയിൽ നടന്നിരുന്നു. ഇപ്പോൾ ഓൺലൈനിലൊക്കെ പരിപാടി കിട്ടുന്നത് കൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. സൂറത്തുൽ മുദ്ദസിർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. സൂറത്തുൽ മുദ്ദസിർ ആരംഭിച്ചു കഴിഞ്ഞാൽ 30-ാമത്തെ ആയത്ത് മുതൽ 30-31 ആയത്തുകൾ. അലൈഹാ 19, നരകത്തിന്റെ മേൽ അള്ളാഹു 19 ആളുകളെ അള്ളാഹു നിർണയിച്ചു വെച്ചിട്ടുണ്ട്. 19 സബാനിയത്തിന്റെ മലക്കുകളെ, അള്ളാഹുവിന്റെ മലക്കുകൾ 19 പേർ നരകത്തിന്റെ കാവലാളുകളായുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്ന വാക്കെന്താണ്? വമാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായിക, നരകത്തെ കാക്കുന്ന ആളുകൾ മാലാഖമാരാണ്. വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറൂ ലിയസ്തൈഖിന അല്ലദീന ഊതുൽ കിതാബ് വയസ്ദാദ അല്ലദീന ആമനൂ ഈമാനാ. എന്തുകൊണ്ട് 19? എന്തുകൊണ്ട് 20 ആയില്ല? എന്തുകൊണ്ട് 100 ആയില്ല? ആ 19 എന്ന അക്കം സത്യവിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിക്കുന്ന ഒരു ദൃഷ്ടാന്തം അതിലുണ്ട്. വേദം നൽകപ്പെട്ട ആളുകൾക്ക് സത്യം ബോധ്യപ്പെടാനുള്ള ഒരു വകയും 19-ലുണ്ട് എന്ന് അല്ലാഹു തആല പറയാണ്. വലാ യർതാബല്ലദീന ഊതുൽ കിതാബ വൽ മുഅ്മിനൂൻ. 19 എന്ന അക്കത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ വേദം നൽകപ്പെട്ടവരും സത്യവിശ്വാസികൾക്കും വിശുദ്ധ ഖുർആനിൽ സംശയം വരാനിടയില്ല. وَلِيَقُولَ الَّذِينَ فِي قُلُوبِهِم مَّرَضٌ وَالْكَافِرُونَ. എന്നാൽ ഹൃദയത്തിനുള്ളിൽ അസുഖമുള്ളവര്, ആ അസുഖം നമ്മളെ നാട്ടിലൊക്കെ വന്നു തുടങ്ങി. ഒരു അബ്ദുൽ ജബ്ബാർ മാഷ കഥ കാണുന്നുണ്ട്. യുക്തിവാദിയാണ്. അള്ളാഹു അയാൾക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ഇസ്ലാം എന്ന് പുറത്തുപോയി കഴിഞ്ഞു, ഇനി അകത്തേക്ക് വരണം, നരകം തൊടാതിരിക്കണമെങ്കിൽ. കുറച്ചെന്തോ പഠിച്ചു, എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുള്ള ആളുകളുടെ പുസ്തകങ്ങൾ വായിച്ചതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പ്രസംഗിച്ച് നടക്കുന്നു. ചിലരെങ്കിലും പോയി കേൾക്കുന്നു, പിന്നെ വസ്വാസാകുന്നു. വിശുദ്ധ ഖുർആൻ പറയാ, വലിയഖൂലല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിന്റെ ഉള്ളിൽ കാപട്യത്തിന്റെ അസുഖമുള്ള ആളുകൾ, വൽ കാഫിറൂൻ, അവിശ്വാസികളും അവരെന്തു പറയും? മാദാ അറാദല്ലാഹു ബിഹാദാ മസല, എന്തായി 19ന്റെ കഥ, എന്തായി അള്ളാഹു പറയുന്നത് എന്ന് അവര് പറയും. പക്ഷേ സത്യവിശ്വാസികൾക്ക് ഈ അക്കത്തിൽ ഒരു അത്ഭുതം മനസ്സിലാക്കാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ ഈ വിഷയത്തിന്റെ ഒരു ആമുഖമാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? 19 സബാനിയത്തിന്റെ മലക്കുകളിൽ നിന്ന് രക്ഷ വേണമെങ്കിൽ
നരകത്തിന്റെ കാവലാളുകളിൽ നിന്ന് രക്ഷ വേണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതണം. അത് ഓതിയാൽ ഓരോ അക്ഷരത്തിനും ഒരു മലക്ക് കാവലായിട്ട് വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഖുർആനിലെ ആദ്യത്തെ ആയത്ത് 19 അക്ഷരങ്ങളാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19 അക്ഷരങ്ങളാണ്. വിശുദ്ധമായ ഖുർആനിന്റെ അക്കങ്ങളുടെ മഹാത്ഭുതങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ പഠിക്കാൻ മുന്നോട്ട് വന്നു. മുൻഗാമികളുണ്ട്. സ്വഹാബികളിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, താബിഈൻ ഇമാം മുജാഹിദ് എന്നവർ, അതാ എന്നവർ, അതർക്ക് ശേഷം ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി, മഹാനായ ഹസനുൽ ബസ്വരി, മഹാനായ അബുൽ ആലിയ, മഹാനായ ആസിമുൽ മജ്ദരി, മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിം, ഇവരൊക്കെ അക്കങ്ങളുടെ അത്ഭുതങ്ങളിലേക്ക് സൂചന നൽകി പോയ ഖുർആൻ പണ്ഡിതന്മാരാ മുൻഗാമികളിൽ. ഖുർആനിന്റെ വാക്കുകൾ 77,439 വാക്കുകളാണ് ഖുർആനിലുള്ളത്. ഖുർആനിന്റെ അക്ഷരങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നു. കാരണം അക്കങ്ങൾ 3,40,740 അക്ഷരങ്ങൾ. ഖുർആനിലെ അക്ഷരങ്ങൾ 3,40,740 അവിടെ അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം ചില അക്ഷരങ്ങൾ വായിക്കപ്പെടും പക്ഷെ എഴുതപ്പെടില്ല. ഖുർആനിന്റെ ലിപി ഒരു അത്ഭുതമാണ്. ഇനി പറയാനുള്ളത്, പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പഠനങ്ങൾ മുന്നോട്ട് വെച്ചാൽ ഇന്നുള്ള ഖുർആനിൽ നിന്ന് ഒരക്ഷരമെങ്ങാനും നഷ്ടപ്പെടുകയോ ഒരക്ഷരം ഏറെ വരികയോ ചെയ്താൽ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന അക്കങ്ങളുടെ ഈ സ്ട്രക്ചർ അങ്ങ് പൊട്ടിപ്പോകും. ഒരൽപ്പം ചിന്ത കൊടുക്കേണ്ട വിഷയത്തിലേക്ക് കടക്കണം. നിങ്ങൾ ആരും ഉറങ്ങില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ വെക്കുക. ഇല്ലെങ്കിൽ ഈ സ്പീച്ച് റെക്കോർഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും സൗകര്യപൂർവ്വം ഒന്ന് സമയമെടുത്തിട്ട് കേൾക്കണം. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. ഖുർആൻ നമ്മൾ ഓതണം. നമ്മുടെ കയ്യിൽ അള്ളാഹു തന്നൊരു നിധിയാണത്. നമ്മളത് ഓതിയില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനത്തോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഡിസ്റെസ്പെക്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളത് ഓതേണ്ടവരാണ്. ഇത്രയും വലിയ മഹാത്ഭുതം ഈ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമിനോട് എന്തെന്നില്ലാത്ത ഒരു ബഹുമാനവും എന്തെന്നില്ലാത്ത ഒരു ആദരവും നമ്മുടെ മനസ്സിൽ വന്നുപോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്നാമത്തെ ആയത്തല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ഫാത്തിഹയിലെ ഏറ്റവും ആദ്യത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 19 അക്ഷരങ്ങളാണത്. 19 അക്ഷരങ്ങൾ. അത് മാത്രമല്ല 4 വാക്കുകളാണ്. ഇസ്ം, അല്ലാഹ്, അർ റഹ്മാൻ, അർ റഹീം. ഈ 4 വാക്കുകൾ വിശുദ്ധ ഖുർആനിൽ ഉടനീളം ആവർത്തിച്ചു വന്നത് 19ന്റെ ഗുണിതമാണ്. 19 കൊണ്ടല്ലാതെ ദശാംശമില്ലാതെ ഹരിക്കാൻ കഴിയാത്ത അക്കങ്ങൾ നമുക്ക് മഹാത്ഭുതമാണ് ഖുർആനിൽ. 19 കൊണ്ട് മാത്രമേ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. നോക്കണം, ഇസ്മ, ബിസ്മില്ല എന്നതിലെ ഇസ്മ വിശുദ്ധ ഖുർആനിൽ വന്നത് 19 തവണയാണ്. ഇസ്മ. അല്ലാഹ് എന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ വന്നത് 2689 തവണയാണ്. എന്ന് പറഞ്ഞാൽ 19നെ 142 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അക്കമാണത്. 2689 തവണ അല്ലാഹ്. അർ റഹ്മാൻ എന്ന് വിശുദ്ധ ഖുർആനിൽ വന്നത് 76 തവണയാണ്. അവ്വൽ മുതൽ ആഖിർ വരെ നോക്കിയാൽ 76 എന്ന് പറയുന്നത് 19ന്റെ ഗുണിതമാണ്. 3 × 19 അതാണ് 76. അർ റഹീം ഖുർആനിൽ വന്ന് 114. ഖുർആന്റെ സൂറയുടെ എണ്ണത്തിനനുസരിച്ചാണ്. അതായത് 6 × 19. 19നെ 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ 114. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19. അതിലെ ഓരോ വാക്കുകളും ഖുർആനിൽ വന്നത് 19ന്റെ ഗുണിതങ്ങളായിട്ട്. വേറെ ഒരു വാക്കുകൊണ്ട് അതിനെ ഗുണിച്ചാൽ, അതിനെ ഹരിച്ചാൽ കൃത്യമായ ഡെസിമൽ ഇല്ലാത്ത പൂർണ്ണരൂപം കിട്ടില്ല. ഇതൊരു ഒരു ആമുഖമായിട്ട് പറയാം. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ സൂറത്ത് ഏതാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആ സൂറയുടെ പേരെന്താ? സൂറത്തുൽ അലഖ്. ആദ്യം ഇറങ്ങിയത് 5 ആയത്തുകളല്ലേ? 5 ആയത്ത് നമുക്കൊന്ന് ഓതി നോക്കാം. എല്ലാവരും ഒരുമിച്ച് ഓതണേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ വറബ്ബുകൽ അക്റം. അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലമൽ ഇൻസാന മാ ലം യഅലം. സൂറത്ത് കഴിഞ്ഞിട്ടില്ല. സൂറ ഇനിയും തുടരുകയാണ്. സൂറത്തുൽ അലഖിൽ
5 ആയത്തുകളാണ് ആദ്യം ഹബീബിന് റമദാനിൽ ഹിറാ ഗുഹയിൽ ഇറങ്ങുന്നത്. ഈ 5 ആയത്തുകളിൽ എത്ര വാക്കുകളുണ്ട് എന്ന് നോക്കിയാൽ 19 വാക്കുകളാണ്. നോക്കിക്കോളൂ. ഇഖ്റ ബിസ്മി റബ്ബിക് അല്ലദീ ഖലഖ് ഖലഖ് അൽ ഇൻസാന മിൻ അലഖ്. നോക്കിക്കോളൂ, 19 ആണ്. 19 വാക്കുകളാണ് ആദ്യം ഇറങ്ങുന്നത്. അതുമാത്രമല്ല, ഈ ആയത്തുകളിലെ മൊത്തത്തിൽ അക്ഷരങ്ങൾ, ഈ 5 ആയത്തുകളിലെ അക്ഷരങ്ങൾ 76. 76 എന്നത് 19ന്റെ ഗുണിതമാണ്. 3 × 19 ആണ് 76. അതുമാത്രമല്ല, സൂറത്തുൽ അലഖിൽ 19 ആയത്തുകളാണ്. ആദ്യത്തെ സൂറ 19 ആയത്താണ്. ലനസ്ഫഅൻ ബിന്നാസിയ നാസിയതിൻ കാദിബതിൻ ഖാതിഅ ഫൽയദ്ഉ നാദിയഹു സനദ്ഉ അസ്സബാനിയ കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. 19ാമത്തെ ആയത്ത്. ആദ്യത്തെ സൂറ 19 ആയത്തുകളാണ്. ആദ്യം ഇറങ്ങിയ 5 ആയത്തുകൾ 19 വാക്കുകളാണ്. അതിൽ അക്ഷരങ്ങൾ 76 ആണ്. അത് 19ന്റെ ഗുണിതമാണ്. ഇനി കഴിഞ്ഞില്ല മഹാത്ഭുതം. വിശുദ്ധ ഖുർആനിൽ എത്ര സൂറകളാണ് ഉള്ളത്? 114. എത്ര ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉള്ളത് ഖുർആനിൽ? 114. പക്ഷെ സൂറത്തു തൗബയിൽ ബിസ്മി ഇല്ല. ആ ബിസ്മിക്ക് പകരം അള്ളാഹു സൂറത്തു നംലിൽ ഒരു ബിസ്മി കൊണ്ടുപോയി വെച്ചു, അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നഹു മിൻ സുലൈമാൻ, അല്ലേ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കത്തിനെ കുറിച്ച് പറഞ്ഞു. ഇന്നഹാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആണെന്ന്. സുബ്ഹാനല്ലാഹ്. 114 സൂറകൾ, 114 ബിസ്മില്ല. ഈ 114 19ന്റെ ഗുണിതമാണ്. 6 × 19 ആണ് 114. അല്ലാഹു സുബ്ഹാനഹു വ തആല 19 എന്ന് വ്യക്തമായി പറഞ്ഞ സൂറത്ത് സൂറത്തുൽ മുദ്ദസിർ. അതിന് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, അലൈഹാ 19, നരകത്തിന്റെ മേൽ 19 ആളുകളെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എന്ന ആയത്ത് കഴിഞ്ഞിട്ട് 19 എന്ന അക്കത്തിന്റെ അത്ഭുതമാണ് അള്ളാഹു പറയുന്നത്. ആ അത്ഭുതം പറയുന്നതിൻ്റെ മുമ്പാണ് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങുന്നത്. ഖുർആന്റെ അവതരണത്തെ സംബന്ധിച്ച് നമ്മൾ അറിയണം, 23 കൊല്ലക്കാലം കൊണ്ടാണ് ഖുർആൻ ഇറങ്ങുന്നത്. ആദ്യം സൂറത്തുൽ അലക്കിൽ 5 ആയത്തുകൾ, പിന്നെ സൂറത്തുൽ മുദ്ദസിറിലെ കുറച്ച് ആയത്തുകൾ, പിന്നെ സൂറത്തുൽ മുദ്ദസിറിന്റെ പകുതിയോളം എത്തുമ്പോഴേക്കും സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ ഇറങ്ങുന്നത് സൂറത്തുൽ മുദ്ദസിറിലെ 19 ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ശേഷമാണ് സൂറത്തുൽ ഫാത്തിഹ അവതരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് 19 അക്ഷരങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോ അക്ഷരവും നരകത്തെ കാക്കുന്ന മലക്കിൽ നിന്ന് രക്ഷയാണെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ. 19 അക്ഷരങ്ങളുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പൂർണ്ണമായി ഇറങ്ങുന്നത് സൂറത്തുൽ മുദ്ദസിറിലെ 19 എന്ന് അല്ലാഹു പറഞ്ഞതിന് ശേഷമാണ്. ഫാത്തിഹ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് 19ന്റെ ബാക്കി ആയത്തുകൾ സൂറത്തുൽ മുദ്ദസിറിൽ തന്നെ അവതരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നോക്കിയാൽ മഹാത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് അള്ളാഹുവിൻ്റെ കലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ.